അൺഫെയർ ആണോ ഫെയർ ആണോ? അയ്യോ, ആൾക്കാരുടെ ഇത്ര സ്നേഹം കിട്ടിയപ്പോൾ എങ്ങനെ അൺഫെയർ ആണ്? അത് എഡിക്ഷൻ ആയിട്ട് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഒരു പർപ്പസ് ഇവിടെ വരാനാണ്. ഐ ഗെറ്റ് ഓൾ ദ ലവ് ഫ്രം ദ ഓഡിയൻസ്. അത് കിട്ടിയാൽ ഐ ആം വെരി ഹാപ്പി. വിചാരിച്ച കാര്യം നടന്നു. വിചാരിച്ച കാര്യം നടന്നു. പിന്നെ അതിൽ ഫൈനലിൽ എത്തുന്ന പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ എത്തും, പക്ഷെ എനിക്ക് എത്തിയില്ല. എന്തുകൊണ്ടാണ് ഈ കുറഞ്ഞ വോട്ട് കുറഞ്ഞത് ചിന്തിച്ചിട്ടുണ്ടോ? ഐ ഡോണ്ട് ഹാവ് എ PR ഇല്ലായിരുന്നു. ഞാൻ വെരി കാഷ്വലി ഞാൻ ഷോ കിട്ടിയപ്പോൾ ഞാൻ പോയി. ഞാൻ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് പോയില്ല. PR വേണം, മാർക്കറ്റിംഗ് അത് വേണം, അങ്ങനെയൊന്നും ചെയ്തിട്ടായിരുന്നു. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. PR ചെയ്ത് ജയിക്കും. ജയിക്കത്തില്ല, അറ്റ്ലീസ്റ്റ് ടിൽ ദ എൻഡ് യു ക്യാൻ സർവൈവ് ഇഫ് ദേർ ഈസ് PR. അതൊക്കെ എനിക്ക് അകത്ത് ചെന്നിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. എനിക്ക് അറിയത്തില്ല. അനുമോള് 16 ലക്ഷം കൊടുത്തു പറയുന്നത് PR. ലൈക്ക് എ ലോട്ട് ഓഫ് മണി ഇങ്ങനെ കൊടുത്തെങ്കിൽ, പക്ഷെ എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഫാമിലി റൗണ്ടിലില്ലേ, എന്താണ് ജിസേലിന്റെ ഫാമിലി വന്നപ്പോ ആര്യനെ മെയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടായിരുന്നു? ഞാൻ ചോദിച്ചതാണ് എന്റെ മമ്മിയോട്. പക്ഷെ മമ്മി പറഞ്ഞ അങ്ങനെയല്ല. ഞാൻ ലേറ്റർ എന്റെ അമ്മയെ വിളിച്ച് they were all sitting together. We were all sitting together. So അത് ബൈ മിസ്റ്റേക്ക് ആയതാണ്, ചോയ്സ് അല്ല. സപ്പോസ് നീ ആര്യനെ വിറ്റ് ആവുകയാണെങ്കിൽ, അങ്ങനെ ആവാതിരിക്കട്ടെ, ആവുകയാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് പോവോ? ഫാമിലിയെ കാണാൻ വേണ്ടി പോവോ? ആര്യന്റെ ഫാമിലിയെ കാണാൻ വേണ്ടി മീറ്റ് ചെയ്യുമെന്ന്? അയ്യോ, ആര്യൻ എവിക്ട് ആകരുത്. ബിക്കോസ് ഹി ഈസ് ഡൂയിങ് സോ വെൽ. നന്നായിട്ടല്ലേ കളിക്കുന്നത്. ഇപ്പം ലാസ്റ്റ് 2 weeks അത് നന്നായിട്ട്, ലാസ്റ്റ് ലൈക്ക് 2 weeks നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഈ വീക്കിൽ നല്ല ഒരു ടാസ്ക് ചെയ്ത്, പിന്നെ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആര്യനെ തോന്നുന്നു അല്ലേ? ബിഗ് ബോസിലെ ബാക്കിയുള്ള ഓഡിയൻസിന് ഫേവറേറ്റ് ഇസ് ആര്യൻ. നിങ്ങളുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പുറത്തായാലും കണ്ടസ്റ്റന്റിന്റെ ആയാലും കൂടുതലായിട്ട് പുറത്ത് വന്നിട്ട് കുറെ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജിഷീന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അഭിലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്താ പറയാനുള്ളത്? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട് വളരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയ രീതിയിലാണ് പുറത്ത് കണ്ടന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഗെയിമിലാണെങ്കിൽ ചില ആൾക്കാർ കുറെ നിങ്ങളുടെ എതിരാകും, റൈറ്റ്? അതൊക്കെ അവരുടെ സ്ട്രാറ്റജിയാണ്. അപ്പം ഞാനൊന്നും പേഴ്സണലി എടുത്തില്ല. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ അഭിലാഷിനെ കാണും, കൊടുത്തു ഒണിയിലായിക്കോട്ടെ, എല്ലാവർക്കും നല്ല മനുഷ്യൻ. ഞാനങ്ങനെ ലൈക്ക് ഐ ഹാവ് നോട്ട് ടേക്കൻ ഇറ്റ് വെരി ഹാർഡ്. ജിസേലിന് ആര്യനോട് പ്രണയം തോന്നിയിരുന്നോ? അതെനിക്കറിയാം. ഇത്രയും വലിയ ഇത്ര വലിയ 10 സ്റ്റിച്ചസ് വന്നാണ്. അത് കുറെ ആൾക്കാർക്ക് അറിയത്തില്ല. ഇത് വലിയ സ്റ്റിച്ചാണ്, 2 ലെയർ ഓഫ് സ്കിൻ. ശരിക്കും ബിഗ് ബോസിൽ പട്ടിണിയാണോ? കണ്ടില്ല ഞാൻ എത്ര വെയിറ്റ് ലോസ് ചെയ്തു. കഞ്ഞിയാണോ ഇതിലൂടെ? കഞ്ഞി, ചപ്പാത്തി, മട്ട റൈസ്, ഉരുളക്കിഴങ്ങ്, തക്കാളി. ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത് ഫുഡിന്റെ പേരും പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞായിരുന്നു, അത് ഉള്ളതാണോ? അതാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടത്തില്ല അവിടെ. ഞാൻ 2 മാസമായിട്ട് പാല് കുടിച്ചില്ല, ചായ കിട്ടിയില്ല. അതാണ് ലൈഫ്. ബിഗ് ബോസ് ഇസ് വെരി ഡിഫിക്കൽട്ട്, ഇറ്റ്സ് നോട്ട് ഈസി. ഈ ലക്ഷ്മി LGBTQ-നെതിരെ സംസാരിച്ചില്ലേ, അതിനൊക്കെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഐ റിയലി സപ്പോർട്ട് LGBTQ ആൻഡ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഓൾ മൈ ഫ്രണ്ട്സ്, ഞാൻ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സ് ഫ്രം LGBTQ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ അത് ലക്ഷ്മി ആയി ആക്സസ് ചെയ്യും? ഇപ്പോഴും മേബി അവർക്ക് നല്ല ഫിയർ ഉണ്ടായിരിക്കും. നിങ്ങളൊക്കെ വോട്ട് തരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ പിന്നെ? നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. മസ്താനിയോട് ഞാൻ അത്ര സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജനുവിൻ എന്ന് വെച്ചാൽ കുറേ ദിവസമേ ഉള്ളായിരുന്നു, കുറച്ച് ദിവസമേ ഉള്ളായിരുന്നു വീട്ടിൽ. അപ്പോൾ അത്രയും എനിക്ക് അവളോട് ബോണ്ട് ആയില്ല. പക്ഷെ നല്ല സുന്ദരി കൂടിയായിരുന്നു. ഏറ്റവും വെറുത്തൊരു വ്യക്തിയാണ്, ഏറ്റവും വെറുപ്പ് തോന്നി? വെറുപ്പില്ല, ആരോടും വെറുപ്പില്ല, വെറുപ്പൊട്ടുമില്ല. ഞാൻ എല്ലാവരും കൂടെ നന്നായിട്ടിരിക്കുന്നു. എനിക്ക് ഒരു വഴക്കും ആരുടെ കൂടെ ഉണ്ടായില്ല. അപ്പൊ എനിക്ക് വെറുപ്പ് എന്ന് പറഞ്ഞാൽ വെരി ബാഡ് വേൾഡ്. വെറുപ്പ് നമുക്ക് ആകരുത്, ആരോടും ആകരുത്. ടോപ്പ് 5 ആരൊക്കെ ആയിരുന്നു? ടോപ്പ് 5 അല്ല, ടോപ്പ് 3 ഞാൻ പറഞ്ഞു. ടോപ്പ് 3 ആണോ? ആര്യൻ, അക്ബർ, അനീഷ്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് കണ്ണാതുമ്പി ഒന്ന് പാടും. കണ്ണാതുമ്പി. ഓക്കെ.